അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഇഞ്ചി വെച്ചിട്ടുള്ളതാണ്. ഇഞ്ചിയിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇഞ്ചിയിൽ ധാരാളം ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുള്ളതിനാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ അണുബാധകളെയൊക്കെ ചെറുക്കാനൊക്കെ സഹായിക്കും. ജലദോഷം, ചുമ ഒക്കെ മാറാനും പിന്നെ അലർജി പ്രശ്നം മൂലമുണ്ടാകുന്ന ചുമയും ഒക്കെ മാറുന്നതിന് ഇഞ്ചി വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ദഹന പ്രശ്നങ്ങൾ അകറ്റാനും ഗ്യാസ് ട്രബിള്, മലബന്ധം കുറയ്ക്കാനൊക്കെ ഒരുപാട് നല്ലതാണ്. അതുപോലെ തന്നെ ഓക്കാനും ഛർദിയൊക്കെ കുറയ്ക്കാനൊക്കെ ഒരുപാട് സഹായിക്കും. ഇഞ്ചിക്ക് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ സന്ധി വേദന, അതുപോലെ തന്നെ പേശി വേദന, ശരീരത്തിൽ ഉണ്ടാകുന്ന വേദനകളെല്ലാം കുറയ്ക്കുന്നതിന് ഇഞ്ചി ഒരുപാട് നല്ലതാണ്. ഞാനിപ്പോ 200 ഗ്രാം അളവിൽ ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അതിന്റെ മണ്ണൊക്കെ കളഞ്ഞാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഇഞ്ചിയുടെ തൊലി ഒന്ന് മാറ്റണം. തൊലി മാറ്റിയെടുത്ത ഇഞ്ചി ഒന്നുകൂടി ഒന്ന് കഴുകിയെടുക്കാം. നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷമാണ് ഇഞ്ചിയുടെ തൊലിയൊക്കെ മാറ്റിയിട്ടുള്ളത്. എന്നാൽ കൂടി ഇതാ കുറച്ച് പൊടികളുണ്ട്. അപ്പം 2-3 വെള്ളം ഒന്നുകൂടി ഒന്ന് കഴുകിയെടുക്കാം. നല്ല കഫക്കെട്ടൊക്കെ മാറുന്നതിനും അതുപോലെ തന്നെ എത്ര പഴകിയ കഫമൊക്കെ പുറത്തു പോകാൻ ഇത് ഇഞ്ചി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നല്ല ചുമയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനൊക്കെ നല്ലതാണ്. ജലദോഷം, പനി എന്നിവയിൽ നിന്നൊക്കെ ആശ്വാസം കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഇഞ്ചിയിലെ ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ ജലദോഷം, തൊണ്ടവേദന, പനി എന്നിവയുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകളൊക്കെ കുറയ്ക്കും സഹായിക്കും. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും ആരോഗ്യ ഗുണങ്ങൾ ഇഞ്ചിയിൽ അടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇഞ്ചി 2-3 വെള്ളം വീണ്ടും കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇഞ്ചി കഴുകി വൃത്തിയാക്കി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു അരിവാലയാണ്, അരിപ്പപാത്രം. ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇഡ്ഡലി ചെമ്പ് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. അപ്പോൾ ഓരോന്നായിട്ട് ഇഞ്ചി ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. എല്ലാം ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിതാ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അരിവാലയിൽ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. അരിവാല അല്ലെങ്കിൽ അരിപ്പപാത്രം എല്ലാ വീടുകളിലും ഉള്ളതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇഡ്ഡലി തട്ടിൽ ചെയ്തിട്ടെടുത്താലും മതി. നമുക്ക് ഇതൊന്ന് ആവിയേറ്റി വേവിച്ചിട്ടെടുക്കണം. മൂടി വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആവിയേറ്റാൻ വെച്ചിട്ട് ഒരു 12 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു കത്തി കൊണ്ട് കുത്തി നോക്കാം. അപ്പോൾ അതാ കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. വെന്തിട്ടില്ല അഥവാ ഇതുപോലെ കത്തി കൊണ്ട് കുത്തി നോക്കുമ്പോൾ അറിയാൻ പറ്റും വെന്തിട്ടുണ്ടോ എന്ന്. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 2-3 മിനിറ്റും കൂടെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഇതുപോലെ വേവിച്ചിട്ടെടുക്കുക. ഇനി ഫ്ലെയിം ഓഫാക്കി ഇത് നമുക്ക് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പൊ ഇതിന്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ വേവിച്ചെടുത്ത ഇഞ്ചി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. നമ്മൾ കട്ട് ചെയ്തെടുത്ത ഇഞ്ചി മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ചേരുവകൾ കൂടി ചേർക്കാനുണ്ട്. എന്നാൽ മാത്രമേ ഇതിന് നല്ല ഗുണങ്ങൾ കിട്ടുള്ളൂ. ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഈ ഒരു വലിപ്പത്തിലുള്ള 5 കഷ്ണം പട്ടയാണ്, കറുകപ്പട്ട. അത് ചേർത്ത് കൊടുക്കാം. പട്ടയൊക്കെ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ്. ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ വലിയ ജീരകമാണ്, പെരിഞ്ജീരകമാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ചേരുവകളെല്ലാം ചേർത്താൽ മാത്രമേ മരുന്ന് പോലെ ഇത് പ്രവർത്തിക്കുകയുള്ളൂ. വെറും ഇഞ്ചി വെച്ചിട്ട് നമുക്ക് ചെയ്യാനും പറ്റില്ല, അത് കഴിച്ച ഗുണവും കിട്ടില്ല. ഈ ചേർത്ത് കൊടുത്ത ചേരുവകളെല്ലാം ചേർത്താൽ മാത്രമേ നല്ല വീര്യമുള്ള മരുന്ന് പോലെ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. എന്നിട്ട് ഇതിൽ വെള്ളം ഒന്നും ഒഴിക്കരുത്. വെള്ളം ഒഴിക്കാതെ വേണം ഇത് അരച്ചെടുക്കാൻ. കുറേ ദിവസം ഇത് സൂക്ഷിച്ചു വെക്കാനുള്ളതാണ്. അതുകൊണ്ട് വെള്ളം ഒട്ടുമില്ലാതെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മൾ അരച്ചെടുക്കുമ്പോൾ കിട്ടുന്നത്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഓർഗാനിക് ശർക്കരയാണ് ചേർക്കുന്നത്. അതാകുമ്പോൾ കല്ലും മണ്ണും അഴുക്കൊന്നും ഉണ്ടാവില്ല. 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 1 കപ്പ് ശർക്കര പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരു നോർമൽ മധുരം ഉണ്ടാവുള്ളൂ. കുറച്ച് നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് ശർക്കര വരെ എടുക്കാവുന്നതാണ്. ഇനി ഒന്നുകൂടി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ശർക്കര പൊടിയും കൂടെ ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ കുറച്ചൊന്ന് ലൂസായിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ ഇനി നിങ്ങൾ മധുരം നോക്കുക. ആവശ്യമെന്നുണ്ടെങ്കിൽ ശർക്കരയോ അല്ലെങ്കിൽ കരിപ്പട്ടിയോ ഒക്കെ ചേർത്തിട്ട് മധുരം ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് കരിപ്പട്ടി വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് ശർക്കര പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത്. ഒരു നോർമൽ മധുരമാണ്. എനിക്ക് അത്രയും മധുരം മതി. അപ്പം മധുരം നോക്കിയിട്ട് ആവശ്യത്തിനുള്ള മധുരം കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ മധുരം ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. മുതിർന്നവർക്ക് കുഴപ്പമില്ല, കുറച്ച് മധുരം മതിയാവുമല്ലോ. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയിൽ തന്നെ ചെയ്തിട്ടെടുക്കാം. നല്ലെണ്ണയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നമ്മൾ എടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല എരിവ് ഉള്ളതാണ്. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലെണ്ണയാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം അരച്ച് വെച്ചതെല്ലാം കൂടിയിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. നല്ലെണ്ണയൊക്കെ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ്. നല്ലെണ്ണ ചേർത്തു എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമില്ല. കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും കരളിന്റെയും വൃക്കകളുടെയും പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും ഒക്കെ ഒരുപാട് നല്ലതാണ് നല്ലെണ്ണ. തലച്ചോറിന്റെ ആരോഗ്യത്തിനും ഓർമ്മശക്തി കൂട്ടാനും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ നല്ലെണ്ണ ചേർത്ത് കൊടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ദിവസം ഇത് സൂക്ഷിച്ച് വെക്കാനുണ്ട്. അപ്പോൾ ആ എണ്ണയുടെ ഇതുകൊണ്ടാണ് നമ്മൾ കുറച്ചധികം ദിവസം ഇത് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് ഇല്ലാണ്ടായി പോവും. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഈ എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. അപ്പോൾ നമുക്ക് ആ എണ്ണയൊക്കെ അങ്ങ് മാറ്റാം. എണ്ണയും നമ്മൾ അരച്ചെടുത്ത മിക്സുമായിട്ട് ഒന്ന് യോജിച്ച് വരണം. ഇപ്പോൾ എണ്ണയായിട്ട് ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ലെണ്ണയിൽ ചെയ്യുമ്പോൾ കുറേ ദിവസം നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. വയറ് സംബന്ധമായ അസുഖങ്ങൾ, അടിക്കടിക്ക് വരുന്ന അസുഖങ്ങൾ, കഫം, നെഞ്ചിരിച്ചിൽ, മലബന്ധം, അതുപോലെ തന്നെ ശരീരത്തിലുണ്ടാകുന്ന വേദനകൾ, അലർജി പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ, മഴക്കാലത്ത് ഉണ്ടാകുന്ന ഒരുപാട് അസുഖങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇത് കഴിക്കുന്നത് നല്ലതാണ്. കൈവിടാതെ ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. പഴയ കാലത്ത് ഉള്ളവരൊക്കെ 100 വയസ്സിൽ കൂടുതൽ ജീവിച്ചിരിക്കുന്നതിന് കാരണം ഇതുപോലത്തെ മരുന്നുകളൊക്കെ കഴിച്ചിട്ടാണ് അവർ അസുഖങ്ങളെല്ലാം മാറ്റുന്നത്. ഇത് നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരോഗ്യത്തോടെ ഇരിക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഒക്കെ സഹായിക്കും. ശരീരത്തിലെ രക്തത്തിലെ അമിതമായിട്ടുള്ള കൊഴുപ്പൊക്കെ ഉരുക്കി കളയുവാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ നല്ലതാണ്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഇളക്കി കൊടുക്കും തോറും എണ്ണ പതഞ്ഞ് ഇതുപോലെ തെളിഞ്ഞു വരും. അതാണ് ഇതിൻ്റെ പരുവമെന്ന് പറയുന്നത്. പാനിൽ നിന്ന് ഇതുപോലെ വിട്ട് വരണം. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണയെല്ലാം പതഞ്ഞ് തെളിഞ്ഞു വരും. ഇനി നമുക്ക് എണ്ണയൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. എണ്ണയെല്ലാം അങ്ങ് വാർന്നു പോകും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ള എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറിക്കിട്ടും. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞ് ഇതാ വന്നിട്ടുണ്ട്. ഈ എണ്ണയിൽ നിന്ന് ഇതങ്ങ് എടുത്ത് മാറ്റാം. ഈ എണ്ണ നമുക്ക് ആവശ്യമില്ല. ഇത്രയും എണ്ണ ബാക്കി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല ചൂടാണ്. എൻ്റെ ചൂട് ജസ്റ്റ് ഒന്ന് മാറണം. ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഒരുപാട് ചൂട് മാറാൻ നിൽക്കരുത്. എന്നിട്ട് കുഞ്ഞു കുഞ്ഞു ഉരുളകളായിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. എല്ലാം ഇതുപോലെ തന്നെ ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. അപ്പോൾ അതെല്ലാം ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇതൊരെണ്ണം കഴിച്ചാൽ മതിയാവും. കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി കൊടുത്താൽ മതിയാവും. അപ്പോൾ കുഞ്ഞു ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് 1 മാസത്തിൽ കൂടുതൽ 2-3 മാസം നമുക്കിത് തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. എയർ ടൈറ്റ് ആയിട്ടുള്ള ഈർപ്പമൊന്നും ഇല്ലാത്ത ഗ്ലാസ് ജാറിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. എത്ര പഴകിയ ചുമ, കഫക്കെട്ട്, നെഞ്ചരിച്ചിൽ, അതുപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ഇതുപോലെ ദിവസവും രാവിലെ ഒരെണ്ണം കഴിക്കുക. ദിവസം ഒരെണ്ണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. മഴക്കാലമാണ്. ഇഞ്ചി ഇതുപോലെ ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അസുഖങ്ങൾ വരാതിരിക്കാനൊക്കെ ഒരുപാട് നല്ലതാണ്. ഐസിൽ ഇനി നമുക്ക് ഹോസ്പിറ്റലിൽ കയറേണ്ടി വരില്ല. അപ്പോൾ എല്ലാ അസുഖങ്ങൾക്കും ശമനം കിട്ടുന്നതാണ്. അപ്പോൾ ഇഞ്ചി വെച്ചിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്